ഹാപ്പി ഈസ്റ്റർ. ഞങ്ങളങ്ങനെ ചെറിയൊരു ഈസ്റ്റർ നൈറ്റ് ഒന്ന് യാത്ര ചെയ്യാൻ പോകണം. ചുമ്മാ ഒന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. എല്ലാവരും അതായത് കുറച്ച് ദിവസമായിട്ട് എല്ലാവരും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുള്ളിൽ തന്നെ ഇരുന്ന പരിപാടികളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈസ്റ്റർ ആയിട്ട് ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എങ്ങനെ പ്ലാനൊന്നും ഇട്ടിട്ടില്ല. എങ്ങനെ ഉണ്ടാ ഈസ്റ്റർ ഒക്കെ അല്ലേ, പിന്നെ എങ്ങനെ പോകും? മലയാറ്റൂർ വന്നു അവിടെയൊക്കെ ലൈറ്റൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, ഈസ്റ്റർ ആയിട്ട് നമുക്ക് പയ്യെ മലയാറ്റൂർ എന്താ വിശേഷം എന്ന് അറിയാൻ വേണ്ടി ഒന്ന് യാത്ര ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് ഈസ്റ്റർ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് പോണ വഴിക്ക് നോക്കാം. എവിടെയൊക്കെ ലൈറ്റ് ഉണ്ട്, എന്തൊക്കെ കളർഫുൾ ആണ്, എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ ഓക്കെ. എന്തായാലും മലയാറ്റൂർ എത്താൻ വേണ്ടി കുറച്ചേരം സമയം ഉണ്ടല്ലോ. അപ്പൊ ആ സമയത്തിനുള്ളിൽ നമുക്കൊരു കാര്യം ചെയ്യാം. പാച്ചു, പടം കാണാൻ പോയിട്ട് എങ്ങനെയുണ്ട് ജിംഖാന? ഒരു കുഴപ്പമില്ല, ഒരു അത്യാവശ്യം പിള്ളേർ സെറ്റപ്പ് പടം. എല്ലാവർക്കും പറ്റണ പടം തന്നെ. എന്താ പറയാ, ഒരു തല്ലുമാലയുടെ ഡയറക്ടറാ, അല്ലെ ഖാലിദ് റഹ്മാനല്ലേ, പുള്ളിയുടെ പടാന്ന് പറയില്ല. ഒരു അവസാനത്തെ ഒരു ഫൈറ്റ് ഉണ്ട്, അതൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് അത്യാവശ്യം നല്ല ഫൈറ്റാ. ബാക്കിയൊക്കെ കുഴപ്പമില്ല എന്നുള്ളൂ, അല്ല വലിയ ലാഗ് അടിപ്പിക്കുക അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം കോമഡി ഒക്കെ ഉണ്ട്, കോമഡി അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഏപ്രിൽ 10 കുറെ പടം ഇറങ്ങി, കുറച്ച് 4-5 പടം ഇറങ്ങിയിട്ടുണ്ട്. മരണമാസ്, ബസൂക്ക, ഗുഡ് ബാഡ് അഗ്ലി, ജിംഖാന ആണ് എനിക്കറിയില്ല. എനിക്കറിയില്ല, ആകെ 2 സബ്ജക്റ്റ് ആയിരുന്നു എനിക്ക് ഉറപ്പുള്ളൂ. 2 സബ്ജക്റ്റ്, അതിന്റെ കൂടുതലില്ല എനിക്ക് തോന്നുന്നു. ഉറപ്പാണ്. ഈ മാസം ഏതൊക്കെ പടം റിലീസായിന്ന് അവനറിയാം. അവന്റെ ഇന്നലെ പഠിച്ച സ്കൂളിൽ നിന്ന് വരുമ്പോ ഇന്നലെ പഠിച്ചെന്നാന്ന് വെച്ചാൽ അവൻ അത് അറിഞ്ഞൂടാ. അതാ പറഞ്ഞ, ഞാൻ പറഞ്ഞിട്ടില്ല ആ ഫീസ് കൊടുക്കുന്ന പൈസ എനിക്ക് താ, ഞാൻ രക്ഷപ്പെടുത്തേ. ഇവനെ ഭയങ്കര പേടിയായിരുന്നു, ഇവൻ പാസ്സാവില്ലേ എന്ന്. പക്ഷേ കുഴപ്പമില്ല, പാസ്സായി. ഇവനെ ഈസി ആയിട്ട് പാസ്സായി. 10th +1 ഒക്കെ പാസ്സായി. ഞങ്ങക്ക് +1 ഒന്നും എഴുതേണ്ട ആവശ്യം വന്നില്ല. കൊറോണ അല്ലല്ല, കൊറോണ കാരണം ഞങ്ങൾക്കൊരു സീനുണ്ടായിരുന്നു. ഇവർക്ക് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, +1 ക്ലാസ് വെച്ചിട്ടുണ്ടായി. അപ്പൊ ഒരു കൂട്ടുകാരൻ എന്ത് ചെയ്ത്, കൊറോണ പിടിച്ച്. അപ്പൊ ഇവനെന്ത് ചെയ്ത് വിളിച്ചു പറഞ്ഞു, ഇവന്റെ പാരന്റ്സ് ആരായിട്ട് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ പ്രശ്നമായി, കൊറോണ ക്ലാസ് വെച്ചേക്കാണ്, കൊറോണ വന്ന് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സ്കൂളില് ചൈൽഡ് ലൈന്, അപ്പൊ സ്കൂളിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പരാതി പോയി, സ്കൂൾ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞ്. +1 അതോടെ അങ്ങനെ പാസ്സായി. ഒരാവശ്യം ഉണ്ടായില്ല, പാസ്സാക്കി വിട്ടല്ല. പാസ്സാക്കി വിട്ട്. പക്ഷെ +2 ഞാൻ ഇറങ്ങിയപ്പോ അവിടെ എന്റെ ഒരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു. എന്റെ ഫ്ലെക്സ് അവിടെ വെച്ചിട്ടാ ഞാൻ ഇറങ്ങി വന്നത്, മനസ്സിലായോ? അതുപോലെ അത്രയ്ക്ക് മാസ് വേറെ ഇല്ല. വേറെ ആർക്ക് പറ്റോ? നിനക്ക് പറ്റോ? ഇല്ല, നിനക്ക് പറ്റോ? എന്റെ തട്ട് താൻ തന്നെ ഇരിക്കും എന്താണെങ്കിലും. എന്റെ വെയിറ്റ് അങ്ങനെ ഒന്നും കുറയൂല. ഒന്നും പറയാനില്ല ഇതിനെ കുറിച്ച്. നിനക്കുണ്ടല്ലോ 6.5 അടി പൊക്കം ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാവരും വലുതായി, വാപ്പിച്ച് ചെറുതായി. വാപ്പിച്ച് കുഞ്ഞതാണ്, ഇപ്പഴും കുഞ്ഞതാണ്. ഇപ്പഴും 18 വയസ്സ് കഴിഞ്ഞിട്ടില്ല. അത്രയും വേണോടി, 2 വയസ്സ് കൂട്ടി പറയടി പ്ലീസ്. അതല്ലേ പറയണത്, 20 വയസ്സ്. അവിടുന്ന് കുറച്ചും കൂടി കേട്ടിക്കോ, കണക്കിലൊക്കെ അപ്പൊ ശരിയാവുന്ന നോക്കാലോ. അപ്പൊ ഞങ്ങളൊക്കെ പൊട്ടി മുളച്ചായിരിക്കും. ഇവിടെ എല്ലാവർക്കും ഞങ്ങളുടെ കാർന്നവർക്കൊക്കെ 18-19 വയസ്സൊക്കെ. എനിക്ക് 22 ഇപ്പൊ. ഞാൻ പൊട്ടിമുളച്ച് വന്നതാ, ഇങ്ങനെ മാനത്തിന്ന് വന്ന്. ഓം ക്രീം കുട്ടി ചത്ത കമോൺ എന്ന് പറഞ്ഞപ്പോ മേടയിന്ന് വന്ന്. പടം കാണുമ്പോ ജിംഖാന കാണണോ? എന്റെ ബസൂക്ക ഉണ്ടെന്തോ എന്ത് പച്ച ബസൂക്കിയാണെങ്കിൽ ടിക്കറ്റ് എടുത്ത് തന്നോളൂ, അല്ലെങ്കിൽ കാണണ്ട. വേണ്ടയോ? വീട്ടിൽ പോവാ, നമുക്ക് കാണാം. ഇവിടെ വീട്ടിൽ എടുത്തിട്ട് നമുക്ക് കാണാം.
ബസ്സൊക്കെ വെക്കിട്ട് പറയും അയ്യോ അവള് ഈ ബസൂക്ക ബറോസ് വിചാരിച്ചിക്കണേ. വേറെ ബറോസ് വേറെ ബറോസ് വേറെ ബസൂക്ക വേറെ. അപ്പൊ ബറോസ് കാണാം. ബറോസ് കണ്ടോ? നീ ബറോസ് കണ്ടോ? ഞങ്ങള് ബസൂക്ക. ഒരു ദിവസം മൊത്തം ബറോസ് ഇട്ട് കാണിച്ചിട്ടോ. ബറോസ് നിനക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? ഞങ്ങൾ ഒരു കൊച്ചി ടി വി പോലത്തെ കൊച്ചു ടി വി പോലത്തെ പടാണ് ബറോസ് അല്ലേ? വാവയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടാണ് ബറോസ്. അപ്പൊ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നല്ലേ. അപ്പൊ വാവയുടെ പ്രായത്തിലുള്ള പിള്ളേർക്ക് ബറോസ് ഇഷ്ടപ്പെട്ടെന്നാണ് അതിന്റെ അർത്ഥം. അല്ല, ചെറിയ കുട്ടികൾക്ക് വേണ്ടിയില്ല പടം എടുത്തേക്കണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും പോയി കാണാം. എല്ലാവർക്കും ബറോസൊക്കെ തിയേറ്ററിൽ നിന്ന് പോയി, ഇനി വീട്ടിൽ നിന്ന് കാണാം. വീട്ടിൽ നിന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പൊ വീട്ടിൽ വെച്ചിട്ട് അപ്പൊ നമുക്ക് ബസൂക്ക കാണാം തിയേറ്ററിൽ പോയി. ബസൂക്ക ചോദിച്ച എമ്പുരാനാ എമ്പുരാനാ തമ്പുരാനെ ബസൂക്ക ബസൂക്ക മമ്മൂട്ടിയുടെ പടം, മമ്മൂക്കയുടെ പടം. അതാണ് അവള് ചോദിച്ചോണ്ടിരിക്കുന്നത്. ആരെ പടം മനസ്സിലാവില്ല. ഒന്നും മനസ്സിലാവില്ല. ബസൂക്ക പിന്നെ ബറോസും ഇച്ചിരി ഡിഫറെന്റ് ഒന്നുമില്ല. ആ പേരിൽ ഒരു വ്യത്യാസം ഇല്ലല്ലേ? ആണോ? അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു നോക്കിയത് വ്യത്യാസം ഉണ്ടോ ഇല്ല നോക്കട്ടെ. എനിക്ക് പറയേണ്ട ആവശ്യമില്ല. എന്തേ നീയല്ലേ പറഞ്ഞ എനിക്ക് വ്യത്യാസം ഇല്ല എന്ന് പറയണം. അപ്പൊ പേര് മറ്റേ സ്പെല്ലിംഗ് പറയും നോക്കട്ടെ. എന്തിന്? വെറുതെ അറിയാനോ? ആവശ്യമില്ല. അപ്പൊ അറിയില്ല. അറിയാത്തോണ്ടാ. എനിക്ക് വായിക്കാൻ അറിഞ്ഞിട്ട് അറിയില്ല, എഴുതാനൊക്കെ അറിയണം. എനിക്ക് എഴുതാനും അറിയാം. എന്നാ പറയ്, സ്പെല്ലിംഗ് പറയ്. ആദ്യം പാചക നീ പറയും, നിനക്ക് എനിക്കറിയാം എന്തായാലും. പാച്ചൊക്കെ പറഞ്ഞിട്ടാണ് അവൾക്ക് കോപ്പി അടിക്കാൻ. അല്ല ഒരുത്തന് ഒരു ബസൂക്ക പാച്ചക്ക് പറയും, ബറോസിന് പറയൂ. ബറോസ് പറയൂ നീ. ബസൂക്കയുടെ സ്പെല്ലിംഗ് ഞാൻ പറയാം, ബറോസിന്റെ സ്പെല്ലിംഗ് നീ പറയോ? ഒരെണ്ണം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. നീ ഏത് ചൂസ് ചെയ്തോ? ബസൂക്ക ഒരു ബറോസ്. നീ ഏതാ വെച്ചാ ആദ്യം പാചകം പറയണ്ടേ? അത് നീ പറയ്. അതെ എന്നാ ശരി, ബസൂക്ക BAZOK. ബാക്കി നീ പറയും. ബറോസിന്റെ പറയും. ബറോസിന്റെ BR അടിപൊളി. അല്ല BAR OS ബറോസ്. വെരി ഗുഡ്, ഗുഡ് ഗേൾ. അല്ല, അവിടെ ഒരു അത്രയും പറഞ്ഞല്ലോ. അല്ലല്ല, അവിടെ ഒരു 6 പോയി. 6 എന്താ വിഴുങ്ങിയാ നീ? ഒരാറ്. അത് കുഴപ്പമില്ല, അവൾ അത്രയും പറഞ്ഞില്ലേ? ഓ അല്ലല്ല, ഓ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മഴ പെയ്യും. ഞാൻ ഇങ്ങടെ ആദ്യമായിട്ട് വന്നേ. ആദ്യമായിട്ടാണ്. ഇവർക്ക് സുപരിചിതമായിരിക്കും, മറ്റേ പൂരൊക്കെ കണ്ടിട്ട്. ഇങ്ങനത്തെ സ്ഥലം ഇത് അതല്ലേ നമ്മളിങ്ങോട്ട് വന്ന ഓർമ്മയുണ്ടോ? നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടി. മല കയറി മല കയറിയിട്ടില്ലേ നീ? നമുക്ക് മലയുടെ മുകളിൽ ഇരിക്കണ്ട, ഇവിടെ കയറാം. അവിടെ ഒരു 1-ാം പടി ഉണ്ട്, ഒരു സ്ഥലമുണ്ട്. എടാ, ഈ സാധനങ്ങൾ നീ കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഈ സാധനങ്ങളൊക്കെ? ഈ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ? മുറുക്കും നുറുക്കൊക്കെ പണ്ട് പൂരപ്പറമ്പിൽ ഉമ്മച്ചി പറയാൻ വേണ്ടി കാത്തിരുന്നു. ലോലിപോപ്പ് അല്ലേ? ഇതെന്ത് ലോലിപോപ്പ് പോലത്തെ അല്ലല്ലോ, ഞെക്കി പൊട്ടിക്കണ്ടട്ടാ. പിന്നെ ഇത് മറ്റേ സാധനം ചോക്കോ സ്റ്റിക്ക് കഴിച്ചിട്ടുണ്ട്. നുറുക്കുകളുണ്ട്, പഴയ പണ്ടത്തെ മോഡൽ നുറുക്ക്. ഇതൊന്നും ഇപ്പൊ പുറത്ത് നമുക്ക് അവിടെ ഒന്നും കാണാൻ കിട്ടില്ല. ഇതൊക്കെ എന്തെങ്കിലും പരിപാടി. ഇത് ഉമ്മച്ചിരി തേൻമിഠായി. തേൻമിഠായി ഇപ്പൊ ഇത് വട നമുക്ക് കിട്ടണ ഉണ്ടംപൊരിയായിട്ട് റൗണ്ട്. നാരങ്ങമിഠായിയാണോ? നാരങ്ങമിഠായി 16 കൂട്ടം പലഹാരങ്ങൾ 100 രൂപ. അതിന് ഒരെണ്ണം 100 രൂപ എന്ന് പറഞ്ഞിട്ടാ. അവിടെ കടയിലെ ആളില്ല, നമുക്ക് മുകളിലേക്ക് കയറാം. അത് മറ്റേ സാധനം. ഇത് ബേക്കറി കിട്ടും. ഇത് നമുക്ക് അവിടെ കിട്ടില്ല, മറ്റേ ആലുവയിലെ ഇവിടെ കിട്ടും. എറണാകുളത്ത് കിട്ടില്ലേ, അത് കുറവാണ്. മേലെനിക്ക് എന്തോ ഞങ്ങൾ എവിടെയും പോകാറില്ല. ബോക്സിംഗ് ക്ലാസ്സിലൊക്കെ പോയിട്ട് കുറേ. വാവേ മുകളിലേക്ക് കയറല്ലേ നമുക്ക്?
ആ വാവ റെഡിയാ. ഇവിടെ കയറ്റി വിടാം, നമുക്ക് വീട്ടിൽ പോവാം. എന്താ ഇത്ര ആരോഗ്യ കുറവോ? മടിയന്മാര്. എത്ര വേണമെങ്കിൽ കേറാം, പക്ഷെ അത് ഇറങ്ങി വരണ്ടേ. ഇറങ്ങാൻ എളുപ്പാ. ഇറങ്ങാൻ അത് നമുക്കൊന്ന് കയറി നോക്കാം. ഇറങ്ങുമ്പോ ഞാൻ തന്നെ എടുത്തുണ്ടല്ലോ. ഓസ്കാർ യെസ്, 5 ഇടത്തിന് നോക്കണേ. പോപ്കോൺ എത്രയാണ്? ചൂടുപ്പറയാണോ? ഇതിപ്പോ തീരും കേട്ടോ. അപ്പൊ തീരും. പഴയ കാല മിഠായികൾ. പുളി മുട്ടായി. ഓക്കെ, പുലി മിഠായി. മിഠായി പുലിയെന്ന് പറയണേ. ആ, പുളി. വേറെ ഇതെന്നാ മിഠായി? പഴയ ജോക്കർ മിഠായി. ആഹാ, അത് ശർക്കരയല്ലേ ഇത്? ശർക്കര എന്ത് ചെയ്താലും തേൻമുട്ടയല്ലേ ഇത്? തേൻ മുട്ടായി. ഏതാ വേണ്ടേ? വേറെ സാധനം ഉണ്ടല്ലോ. ഇതിന്റെ പേരെന്നാ? ഓക്കെ. പേരൊന്നും അവർക്ക് തന്നെ ഓർമ്മയില്ല. ആളുകൾ കുറവല്ലേ ഇവിടെ? ആളുകൾ ഇന്ന് മറ്റേ ഈസ്റ്ററിന്റെ തലേദിവസമായോണ്ട് അല്ലെങ്കിൽ ഭയങ്കര തിരക്കാണ്. ഇവിടെ അടുക്കാൻ പോലും പറ്റൂല ഈ പരിസരത്തേക്ക്. പക്ഷേ നമ്മളവിടെ ഫോട്ടോ വെച്ചിട്ട് അമ്മായില്ലേ, അവിടെ നല്ല തിരക്കായിരുന്നു തലേ ദിവസം. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ പരിപാടിക്ക് പോകണം. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടെ വണ്ടി ഒന്നും ഇടാൻ പറ്റില്ല. തിരക്കധികം കണ്ടില്ല. അത് ക്രൗഡ് ഇപ്പൊ ഇതല്ലോ, എല്ലാവരും മുകളിൽ കയറിയേക്കല്ലേ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. പോണ വഴിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം, എന്നിട്ട് അടുത്തത്. ഓക്കെ. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് അങ്കമാലി ടൗണിൽ ഇറങ്ങി ഫുഡ് കഴിച്ചു അല്ലേ. പക്ഷേ രസമായിരുന്നു കേട്ടോ. രാത്രി ഈ 2 മണിക്ക് ബദ്രിയ എന്നാണ് കടയുടെ പേര്. ബദ്രിയ കൊള്ളായിരുന്നു കേട്ടോ. ഫുഡ് കൊള്ളായിരുന്നു. അതും വളരെ ഇത്രയും നാളത്തെ ട്രാവലിൻ്റെ ഇടയ്ക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ഫുഡ്. ഞങ്ങൾ ഇത്രയും പേര് കഴിച്ചിട്ട് 720 രൂപയായിരുന്നു. നല്ല ഫുഡ് എന്തായാലും കൊള്ളാം. ഞങ്ങളുടെ ഈസ്റ്റർ അങ്ങനെ നടന്ന് ഇതുവരെ എത്തി. പിന്നെ ഞങ്ങളൊരു കാര്യം കൊണ്ടിട്ടായിരുന്നു, ഞങ്ങളൊരു RGB ലൈറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കളർ എങ്ങനെയാണെന്ന് പരീക്ഷിക്കല് പോയി. ഓക്കെ, ബൈ. ഞങ്ങൾ പോകുന്നു. അപ്പൊ നമ്മളുടെ വക ഹാപ്പി ഈസ്റ്റർ. പൂപ്പിന്റെ തമ്മാര് കൊള്ളാം. ഇവൻ വൃത്തിയായിട്ടാ കഴിച്ചു. ഇവൻ ശരിക്കും വൃത്തിയായിട്ടാ. ഇവൻ ശോകാട്ടാ. ഇവനെ മൈൻഡ് ചെയ്യരുതായിരിക്കും.